ദിനേശ മാഷേ, ഭാര്യരെ 10ാം ചരമവാർഷികത്തിന്റെ ഫോട്ടോ കണ്ടുട്ടാ, ഇതിലുണ്ട്. ആ, മക്കളൊക്കെ വന്നില്ലേ? ഏയ്, അവർക്കൊക്കെ തിരക്കല്ലേ. അവരവിടെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കല്ലേ. അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ഒരു പാക്കറ്റ് പാല്. ആ ശരിട്ടാ. ആ നാരായണകുട്ടി. മാഷേ, ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. വീട് പൂട്ടി കിടക്കായിരുന്നല്ലോ. ഓ, ഞാൻ പെൻഷൻ വാങ്ങാൻ പോയിരിക്കായിരുന്നു. ഓ, അത് ശരി. എന്താ പരിപാടി? ഏയ്, മറന്ന. അപ്പോൾ നാളെയല്ലേ നമ്മുടെ പെൻഷൻകാരുടെ വാർഷിക സമ്മേളനം? ഓ, ഞാനത് മറന്നു പോയിടോ. മാഷുടെ പാട്ടുണ്ടെങ്കിലേ നമ്മൾ സംഗതി കൊടുക്കുള്ളൂട്ടാ. ഓക്കെ. മാഷ എവിടെയായിരുന്നു? കുറച്ച് വൈകി. അരമണിക്കൂറായി പരിപാടി തുടങ്ങിയിട്ട്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ വാ വാ, വേഗം വാ മാഷേ. അടുത്തതായി ലളിതഗാനം പാടുന്നതിനു വേണ്ടി രവികുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞിരിക്കുന്നു, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആരാലും കാണാതെ കരളിൽ നിറയും ഓർമ്മയുമായി, ആരാലും കാണാതെ കരളിൽ നിറയും ഓർമ്മയുമായി നിൽപ്പൂ നീ, നിൽപ്പൂ നീ എൻ കനവിൽ, ഉണർത്തരുതേ എന്നെ പ്രഭാതമേ, പ്രിയ പ്രഭാതമേ. ആരാലും കാണാതെ കരളിൽ നിറയും ഓർമ്മയുമാ. മലർമാ
മധുമാസരാവിൽ മാന്തോപ്പിൽ മറയുന്ന നിമിഷങ്ങളിൽ മലർമണം വീശുന്ന മധുമാസരാവിൽ മാന്തോപ്പിൽ മറയുന്ന നിമിഷങ്ങളിൽ കുളിർ തന്നലൊഴുകി വന്നു തഴുകി തലോടിയപ്പോൾ കുളിർ തന്നലൊഴുകി വന്നു തഴുകി തലോടിയപ്പോൾ പരിസരം മറന്നു ഉണർന്നിരുന്നു നാം ഹൃദയങ്ങളൊന്നായി ചേർന്നിരുന്നു. പ്രണയവർണ്ണങ്ങൾ വാരി വിതറി നിർവൃതിയിൽ നമ്മൾ ലയിച്ചിരുന്നു. പ്രണയവർണ്ണങ്ങൾ വാരി വിതറി നിർവൃതിയിൽ നമ്മൾ ലയിച്ചിരുന്നു. തൊടിയിലെ പുളിയുറുമ്പിൽ കടിയേറ്റു പുളഞ്ഞപ്പോൾ തൊടിയിലെ പുളിയുറുമ്പിൽ കടിയേറ്റു പുളഞ്ഞപ്പോൾ കുസൃതി നുള്ളായി കരുതി ആശ്വസിച്ചു നാം മധുരനമ്പരമായി ആസ്വദിച്ചു. ആരാലും കാണാതെ കരളിൽ നിറയും ഓർമ്മയുമായി നിൽപ്പു നീ നിൽപ്പു നീ എൻ കനവിൽ ഉണർത്തരുതേ എന്നെ പ്രഭാതമേ പ്രിയ പ്രഭാതമേ. എടാ യേശുദാസേ, കലക്കണ്ട കേട്ടോ. വീണ അല്ലേ? അല്ല, പ്രവീണ. ആ, പ്രവീണ. എന്നെ മനസ്സിലായോ? പേര് കേട്ടപ്പോൾ സംശയം തോന്നി. പക്ഷേ ഈ താടിയും മുടിയും ആളാകെ മാറിയിരിക്കുന്നു. 38 വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ആളാകെ മാറിപ്പോയല്ലോ. പക്ഷെ നിനക്കൊരു മാറ്റവും. നിനക്ക് ഓർമ്മയുണ്ടോ ആ സ്ഥലം? നമ്മൾ ഇത്രയും സ്നേഹിച്ചിട്ടും നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? മതത്തിൻ്റെയും ജാതിയുടെയും വേലിക്കെട്ടുകളില്ലായിരുന്നെങ്കിൽ എത്രയോ പേരൊന്നിക്കുമായിരുന്നു. നിനക്കതിന് പണ്ടു മുതലേ ദൈവവിശ്വാസം ഇല്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ശ്വസിക്കുന്ന ശ്വാസത്തെയാണ്. അതില്ലാതായാൽ എല്ലാം തീർന്നില്ലേ? സത്യത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ അവസാനമാണോ മരണം? അതോ ആഗ്രഹങ്ങൾക്ക് മരണമില്ലേ? അമ്മാമേ. ആ, അമ്മ എവിടെ? അമ്മ നടന്നുണ്ട്. അമ്മാമനാടെ പോന്നതാ. ആണോ? എന്താ മോൻ്റെ പേര്? എന്തിനെന്റെ പേര് എന്നിട്ട്? പരിചയമില്ലാത്തടത്ത് ഞാൻ പേര് പറയാറൊന്നുമില്ല. മിടുക്കൻ. ഈ താടി മുടി വളർത്തിയ ആളോട് പ്രത്യേകിച്ച് അല്ലേ?
ഈ രൂപം കണ്ട പിന്നെ ആരും പേടിച്ചു പോവില്ലേ, അല്ലേ മോനെ? അപ്പൊ താനും എന്നെ കണ്ട് പേടിച്ചു അല്ലേ? അമ്മ എന്ത് പണി കാണിച്ചേ? ഒന്ന് പറഞ്ഞിട്ടൊക്കെ വരണ്ടേ? അമ്മയുടെ പഴയ ഫ്രണ്ട്സിനെ കാണുന്നു പറഞ്ഞപ്പം ഞാൻ കൊണ്ടാക്കിയതല്ലേ. അവിടെ പോരുമ്പോ എന്നോട് വാക്ക് പറയണ്ട അമ്മ. സമയത്തിന് മരുന്നും ആഹാരമൊന്നും കഴിക്കണ്ട. ഇതാരാ? ഇത് രവികുമാർ. എനിക്ക് വേണ്ടപ്പെട്ട ആളാ. വേണ്ടപ്പെട്ട ആളാണെങ്കിൽ വഴിയിലിരുത്തിയാണോ സംസാരിക്കുന്നത്? വീട്ടിലേക്ക് ക്ഷണിക്കല്ലേ വേണ്ടത്? എന്താ വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? എന്നാ വരൂ, നമുക്ക് ഒരുമിച്ച് പോവാം. അത് വേണ്ട, ഞാനേ ബൈക്കിൽ വന്നോളാം. എന്നാ ഞാൻ പൂപ്പനോട് ബൈക്കിൽ വരാം. ആ ശരി, പോവാം. ഇടാ, എവിടേക്കാ പോണ്ടേ? ഏതാ വഴി? നേരെ പോട്ടെ. നീ എന്നെ വഴി തെറ്റിക്കരുത്. വഴി ശരിക്കും പറഞ്ഞോളൂടാ. നേരെ പോ. ഇതാണോ? നേരെ പോക്കോ, നേരെ പോക്കോ. ഇപ്പത്തും ഈ വഴി പോക്കോ. ഇതിൽ പോയാൽ മതിയാ? കുറച്ചും കൂടി പോക്കോ. എത്തില്ലല്ലോ ഇതുവരെ. പോട്ടെ പോട്ടെ. അങ്ങടാ. അമ്മ ചായ ഉണ്ടാക്കിയോ? ഇല്ല, പഴം ജ്യൂസാണ്. ജ്യൂസോ? പണ്ടേ ഞങ്ങൾ എന്നും ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേ ജോസേട്ടൻ്റെ കടയിൽ നിന്ന് പഴം ജ്യൂസ് വാങ്ങി കഴിക്കും. അങ്ങേർക്ക് ഭയങ്കര ഇഷ്ടാ. അല്ല, അവരെ കാണാനില്ലല്ലോ. അവന് ബുള്ളറ്റിനുള്ള ക്രേസ് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ആളിട്ട് കറക്കുന്നുണ്ടാവും. ആ, അതായിരിക്കാം. ഹാ, ദേ അവര് വന്നതാ തോന്നണേ. ഇവിടേക്കായിരുന്നോടാ നീ എന്നെ ഇത്രയും ദൂരട്ട് കറക്കിയത്? ഹാ, അമ്മേ, ഞാനാ പൂപ്പനോട് കുറെ കറക്കി. അതെനിക്കറിയാം. വാ ഇരിക്കി. ഇവൻ ആള് മിടുക്കനാട്ടാ. ആ പൂപ്പ ഇരിക്കി. ആ ശരി. അമ്മേ, അവര് വന്നു. സ്കൂളിൽ പോണില്ലേ നീ? കുടിച്ചു നോക്കൂ. ജോസേട്ടന്റെ പഴം ജ്യൂസ്. പഴം ജ്യൂസ് എങ്ങനെയുണ്ട്? അമ്മയുടെ ഫേവറേറ്റാ. അമ്മമാരെന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക രുചിയാ. എന്തു ചെയ്യുന്നു? ശരിക്കും പരിചയപ്പെട്ടില്ലല്ലോ. ഓ, ഞാൻ രവികുമാർ. ഒരു അധ്യാപകനായിരുന്നു. 2 മക്കള്. അവര് വിദേശത്ത് കുടുംബസമേതം സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോ ഭാര്യ? അവള് 10 വർഷം മുമ്പ് ഞങ്ങളെ വിട്ടു പോയി. നിങ്ങളൊരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങുക. ഞാനവിടെ ഒറ്റയ്ക്കല്ലേ. അയ്യോ മാഷേ, ഞങ്ങൾ നാളെ UK പോവാണ്. ഞങ്ങളവിടെ ഓൾറെഡി സെറ്റിൽഡാണേ. ഓ, ഇപ്പം അടുത്തൊന്നും ഇനി നാട്ടിലേക്ക് ഉണ്ടാവില്ല. ഏതേതോ ഓരോർമ്മയാ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ.
എനിക്കറിയാം മാഷിനെ അമ്മനെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്ന്. അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോകാൻ തന്നെ കാരണം അമ്മയ്ക്ക് മാഷിനോടുള്ള സ്നേഹം മറച്ചു വയ്ക്കാൻ പറ്റത്തോണ്ടാ. അമ്മ അവിടെ ആണെങ്കിലും അമ്മയുടെ മനസ്സിലിപ്പോഴും മാഷും മാഷിൻ്റെ കവിതകളും പിന്നെ പഴയ കുറേ ഓർമ്മകളും മാത്രമേ ഉള്ളൂ. ഇത്രയും നാളെൻ്റെ അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചത്. മാഷിനെ അമ്മയോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മാഷ് നാളെ വരണം. ആ പാവം ആഗ്രഹിച്ചൊരു ജീവിതം അതിന് കൊടുക്കണം. ഏതേതോ ഓരോർമ്മയാ എന്തായി? എടി നീ പേടിക്കണ്ട, എല്ലാം ഓക്കെയാണ്. നീ ഒരു 11 മണിയാകുമ്പോളേ ആ കടവൻ്റെ അടുക്ക് ചെല്ലേ. അവിടെ രാഘവേട്ടനും പവിത്രനും ഉണ്ടാവും. അവർ നിന്നെ അക്കരയാക്കും. എനിക്ക് നീ അവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. എനിക്ക് പേടിയായിട്ട് പാടില്ല. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാം ശരിയാവുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പ്രണയ നിമിഷങ്ങളിൽ അടഞ്ഞുപോയ ഒരു അധ്യായം വീണ്ടും തുറക്കുകയാണ് നമുക്ക് വേണ്ടി. നിന്നെ കാണാതിരുന്ന നാളുകളത്രയും കണ്ണുകൾ ഈറനണിയാതെ ഹൃദയം നുറുങ്ങുന്ന വേദന അനുഭവിക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നീ എനിക്ക് ആരായിരുന്നു എന്ന ചിന്തയിൽ നിന്നുമാണല്ലോ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഇനി അവശേഷിക്കുന്ന പരിമിതമായ കാലം പരിഭവമോ പരാതിയോ ഇല്ലാതെ ഒരേ മനസ്സോടെ ഒന്നിച്ചു നീങ്ങാം. അതങ്ങനെയാണല്ലോ. ആത്മാർത്ഥമായ പ്രണയം എത്രമേലകന്നാലും ഒരു നാൾ ഒന്നിക്കുക തന്നെ ചെയ്യും. നിനക്കു വേണ്ടി കരുതി വെച്ച എന്നിലെ മുഴുവൻ പ്രണയവും നിനക്കു മാത്രമായി നൽകണം. എടാ ഞാൻ വിളിക്കാടാ. ശരി. എന്താ മോനെ ഒരു മുന്നറിയിപ്പില്ലാണ്ട്? ഇനി എൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് വല്ല മുന്നറിയിപ്പ് വേണോ? അപ്പൊ അവളോ? അവളുടെ കാര്യങ്ങൾ അവളെ വിളിച്ചു ചോദിക്കി, എനിക്കറിയില്ല. ഞാനിനി തിരിച്ചു പോകണില്ല. ഞാനിവിടെ തന്നെ ഉണ്ടാവും. അച്ഛനോട് ഒറ്റയ്ക്കല്ലേ, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ അവളും കുട്ടികളോ? അച്ഛാ, ഞങ്ങൾ കുറച്ച് നാളായിട്ട് വലിയ അടുപ്പത്തിലല്ല. അതിനും കൂടി ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. നാളെ കാലത്ത് നമുക്ക് അവളെ വീട് വരെ ഒന്ന് പോകണം. കിടാങ്ങളെ എനിക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. അപ്പം അച്ഛനത് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അത് തീരുമാനമാക്കി തരണം. അല്ല മോനെ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആ കുഞ്ഞു മക്കളുടെ കാര്യമല്ലേ, അവരുടെ ഭാവി നോക്കണ്ടേ? അച്ഛൻ്റെ ഉപദേശമൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ പറയണത് കേട്ടാൽ മതി. നിങ്ങളൊക്കെ കൂടിയിട്ടല്ലേ കല്യാണം നടത്തി തന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കേണ്ടതും നിങ്ങളുടെ കടമയാണ്. കല്യാണം ഞാൻ ആരെയാണ് ഭയക്കുന്നത്? ദൈവത്തെയോ, നാട്ടുകാരെയോ, മക്കളെയോ, അതോ എന്നെ തന്നെയോ? ഇല്ലില്ല, ഇല്ലടാ. നാളെ കാലത്ത് ഞാൻ അച്ഛനും കൂടി പോകുന്നുണ്ട്. ഇല്ല, പിള്ളേരെന്തായാലും വിട്ടുകൊടുക്കാനുള്ള ഉദ്ദേശമില്ല.
ഇല്ലില്ല, നീ വരണമെന്നില്ല. എടാ ഞാനും അച്ഛനും പോകണ്ടെന്ന്. എടാ ഞാൻ വിളിക്കാം. ശരി. അച്ഛ കിടന്നോ? അച്ഛാ. അതങ്ങനെയാണല്ലോ. ആത്മാർത്ഥമായ പ്രണയം എത്രമേലകന്നാലും ഒരു നാൾ ഒന്നിക്കുക തന്നെ ചെയ്യും. നിനക്കു വേണ്ടി കരുതി വെച്ച എന്നിലെ മുഴുവൻ പ്രണയവും നിനക്കു മാത്രമായി നൽകണം. ഏതേതോ ഓർമ്മയായി നീ വീണ്ടും മായവേ. ഹലോ, എന്തായി? ആ ഞങ്ങൾ ഇറങ്ങി. അല്ല, പുള്ളിക്കാരൻ വന്നോ? ഇല്ല, അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു. എടി, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ മിണ്ടാതിരിപ്പാ. ആണോ? ശരി, ഞാൻ വിളിക്കാം. ആ ശരിടി, ഓക്കെ. മോളെ ഒന്ന് വണ്ടി നിർത്ത്. എനിക്ക് അദ്ദേഹത്തെ ഒന്നും കൂടി കണ്ട് സംസാരിക്കണം. അമ്മേ, ഞാനൊരു കാര്യം പറയാം. ഇനി നമ്മളൊരാളും വീട്ടിൽ പോണില്ല. നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാ. ഇനി അയാളോ അയാളെ ഓർമ്മകളോ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അമ്മക്ക് ഞങ്ങളുണ്ട്, മനസ്സിലായല്ലോ? അമ്മേ, പണ്ടും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. ആ കൽപ്പടവിൽ ഒരു രാത്രി മുഴുവൻ ഞാൻ അദ്ദേഹത്തെ കാത്തുനിന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അദ്ദേഹത്തെ പിന്നെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ രൂപത്തിലേ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പോഴും പഴയ രവി തന്നെ. ആരാരും കാണാതെ കരളിൽ നിറയും ഓർമ്മയുമാ ആരാരും കാണാതെ കരളിൽ